രംഗം 1. 1947 അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയം. മിലിറ്ററി ക്യാമ്പാണ് രംഗം. പാകിസ്ഥാനുമായുള്ള യുദ്ധം മുറുകുന്ന സമയം. നിറതോക്കുമായി ജാഗ്രതയോടെയുള്ള നിരീക്ഷണം നടത്തുന്ന പട്ടാളക്കാർ. പെട്ടെന്ന് പാകിസ്ഥാനോട് പ്രതിപത്തിയുള്ള ഒരു പട്ടാളക്കാരൻ നിറത്തോക്കുമായി തോമസ് എന്ന മലയാളി പട്ടാളക്കാരൻ്റെ നേരെ വന്നു. ഒരു നിമിഷം പകച്ചുപോയ തോമസിനോട് പട്ടാളക്കാരൻ കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെട്ടു. തോമസ് അതിന് വഴങ്ങാതിരുന്നപ്പോൾ അയാൾ കൊല്ലുമെന്നായി. അയാളുടെ തോക്കിൻ മുമ്പിൽ നിന്ന് തോമസ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. രക്ഷപ്പെട്ടതോ രക്ഷപ്പെടുത്തിയതോ? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തോമസിന് മനസ്സിലായി താൻ രക്ഷപ്പെട്ടതല്ല, തന്നെ രക്ഷപ്പെടുത്തിയതാണെന്ന്. അതും സാക്ഷാൽ ദൈവം തമ്പുരാൻ. രംഗം 2. സ്ഥലം പഞ്ചാബ്. ഫിറോസ്പൂരിൽ ഒരു വലിയ അണക്കെട്ട് പൊട്ടി. വെള്ളം ശക്തിയോടെ ആർത്തലച്ച് വരുമ്പോൾ ഫിറോസ്പൂർ എന്ന പട്ടണത്തെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു തോമസ് എന്ന പട്ടാളക്കാരൻ. നിമിഷ നേരം കൊണ്ട് താനും സഹപ്രവർത്തകരും ഇരച്ചു കയറി വരുന്ന വെള്ളത്തിൽ ചുറ്റപ്പെട്ടതറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ നിന്ന ആ നിമിഷം. എവിടെ നിന്നോ എന്നറിയില്ല, പെട്ടെന്ന് ഒരു മിലിറ്ററി ട്രക്ക് തോമസിനെയും സഹപ്രവർത്തകരെയും രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ടതോ രക്ഷപ്പെടുത്തിയതോ? തോമസ് പറയുന്നു, എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ ദൈവമാണെന്ന്. രംഗം 3. പഞ്ചാബിലെ തന്നെ ഫിറോസ്പൂർ. ഡാം തകർന്ന വെള്ളം കുതിച്ചൊഴുകുന്നു. പലരെയും രക്ഷപ്പെടുത്തി. അധ്വാനിച്ച് തളർന്ന് പട്ടാളക്കാർ രാത്രിയിൽ കെട്ടിടങ്ങളുടെ മുകളിൽ ഒന്ന് തലചായ്ക്കാൻ കിടന്നു. ആർത്തിരച്ചു വന്ന വെള്ളപ്രവാഹത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും തകർന്നു. എന്നാൽ തോമസും കൂട്ടരും തങ്ങിയ കെട്ടിടം മാത്രം തകർന്നില്ല. ആ കെട്ടിടം മാത്രം തകരാഞ്ഞതെന്തേ? അതിനുത്തരം ദൈവം സൂക്ഷിച്ചു എന്ന് മാത്രമാണ്. ദൈവത്തെ അറിയാതെ ജീവിച്ച തോമസിനെ ദൈവം കാത്തത് തോമസിൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന മൂലമായിരുന്നു. മെട്രിക്കുലേഷന് ശേഷം മിലിറ്ററിയിൽ ചേർന്ന തോമസിന് ആത്മീയ ജീവിതം എന്തെന്നറിയില്ലായിരുന്നു. ലോകപ്രകാരമുള്ള ഓട്ടത്തിനിടയിൽ ദൈവത്തെ അന്വേഷിക്കാൻ എവിടെയാണ് സമയം? മിലിറ്ററിക്കാരനായ മകനെ വിവാഹം കഴിപ്പിക്കാൻ ഒരിക്കൽ മാതാപിതാക്കൾ തീരുമാനിച്ചു. പക്ഷേ മകൻ സമ്മതിക്കുന്നില്ല. നിരന്തരമായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു. വിവാഹത്തിന് ഒരാഴ്ച മാത്രമുള്ളപ്പോൾ തോമസ് പരമരഹസ്യമായി പൂനെയിലേക്ക് മുങ്ങാൻ തീരുമാനിച്ചു. അവിടെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലം. എന്തുകൊണ്ടോ ആ പദ്ധതി പുറത്തറിഞ്ഞു. അങ്ങനെ വെറും 16 വയസ്സ് മാത്രമുള്ള മേരിക്കുട്ടിയുടെ ഭർത്താവായി തോമസ് മാറി. തനിക്കായി ഒരുക്കിയ തക്ക തുണിയായിരുന്നു മേരിക്കുട്ടിയെന്ന് പിന്നീട് തോമസിന് മനസ്സിലായി. 6 മാസങ്ങൾ കഴിഞ്ഞു. പൂനെ മിലിറ്ററി ക്യാമ്പിൽ രാവിലെ ഉറക്കമുണർന്ന തോമസ് ആകെ വിഷണനായി കാണപ്പെട്ടു. സുഹൃത്തുക്കൾ കാര്യമന്വേഷിച്ചു. എൻ്റെ പിതാവ് മരിക്കുന്നതായി ഒരു സ്വപ്നം ഞാൻ ഇന്നലെ കണ്ടു, തോമസ് പറഞ്ഞു. ആ സ്വപ്നം നടക്കില്ല. സാധാരണ സ്വപ്നം കാണുന്നവർക്ക് ഒരിക്കലും അത് നടക്കില്ല. മറ്റുള്ളവർക്കായിരിക്കും അത് നടക്കുക എന്ന് സുഹൃത്തുക്കൾ തോമസിനെ ആശ്വസിപ്പിച്ചു. അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് ഒരു ടെലിഗ്രാം. പിതാവ് അത്യാസന്ന നിലയിൽ. തോമസ് നടുങ്ങിപ്പോയി. പൂനെയിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ യാത്രയാക്കിയ തൻ്റെ ഏറെ പ്രിയപ്പെട്ട പിതാവിന് എന്തുപറ്റി? എന്തായാലും ഉടൻ നാട്ടിലേക്ക് പുറപ്പെട്ടു. മദ്രാസിലെ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ സന്ധ്യയായി. പെട്ടെന്ന് തോമസിനൊരു വല്ലായ്മ. ശരീരം തളരുന്നത് പോലെ. തോമസ് പിതാവിനെ ഓർത്തു. പിന്നീട് ട്രെയിനിൽ കേരളത്തിലേക്ക് തിരിച്ചു. പക്ഷേ ആ സമയത്ത് തന്നെ തോമസിൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. ഇന്നത്തെ പോലെ മൃതദേഹം ദിവസങ്ങൾ സൂക്ഷിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ മരിച്ച അന്ന് തന്നെ തോമസ് വരുന്നതുവരെ കാത്തു നിൽക്കാതെ മൃതദേഹം സംസ്കരിച്ചു. കല്ലിശ്ശേരിയിൽ എത്തിച്ചേർന്ന തോമസിനെ അമ്മാച്ചൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ മരണവാർത്ത അറിയിച്ചു. മോനെ, ദൈവഹിതം ഇതായിരുന്നു. ഇത് കേട്ട തോമസ് പൊട്ടിത്തെറിച്ചു. ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വരും. എൻ്റെ വീട്ടിലിനി മേലാൽ വന്നു പോകരുത്. ഭക്തനായ പിതാവിനെ അകാല മൃത്യുവിനെതിരെയാക്കിയ നിങ്ങളുടെ ദൈവം. ദേഷ്യത്തോടെ തോമസ് പിറുപിറുത്തു. പിതാവിൻ്റെ മരണശേഷം തോമസിൻ്റെ ജീവിതം തീർത്തും കുത്തഴിഞ്ഞതുപോലെയായി. പൂനെയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റം ലഭിച്ച് ഡൽഹിയിലെത്തി. പിന്നീട് ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സിവിലിയനായി മാറി. 1956 ആദ്യ മകൻ ജനിച്ചു. തോമസ് എന്തുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് വരാതിരുന്നത് എന്ന ചോദ്യത്തിന്
തോമസിന് തൻ്റേതായ ഉത്തരമുണ്ട്. ദൈവജനം എന്ന പേര് പറയുന്ന പലരുടെയും ഹൃദയത്തിൽ ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഡൽഹിയിൽ ഇന്ദ്രപുരിയിൽ പാസ്റ്റർ MK ചാക്കോച്ചൻ നടത്തിയ മീറ്റിങ്ങിൽ തോമസിനെ തൻ്റെ അളിയനും മറ്റും നിർബന്ധിച്ചതിനാൽ പങ്കെടുത്തുവെങ്കിലും വചനത്തിന് കീഴടങ്ങിയില്ല. ഒരു ദിവസം ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന തോമസിൻ്റെ മനസ്സ് വളരെ ചഞ്ചലപ്പെട്ട് കണ്ടു. മനോഭാരത്താൽ മുറിയിലൂടെ നടന്നപ്പോൾ തൻ്റെ ഭാര്യയുടെ ബൈബിളിൽ ശ്രദ്ധപ്പെട്ടു. പെട്ടെന്ന് അതെടുത്തൊന്ന് വായിക്കാൻ താല്പര്യമുണ്ടായി. അദ്ദേഹം ആ ബൈബിൾ തുറന്നതും ആദ്യം കണ്ണുടക്കിയത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്കായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആ വാക്യം ഹൃദയത്തിലേക്ക് കയറി. കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങി. ആ മുറിയുടെ വാതിലുകൾ അടച്ചു. തോമസ് കരഞ്ഞു. താൻ കണ്ട വചനം തന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനാണോ? യഥാർത്ഥത്തിൽ ദൈവമുണ്ടോ? ദൈവം എന്നോട് ഇടപെടുകയാണോ? ചോദ്യങ്ങൾ ഒന്നൊന്നായി മനസ്സിൽ നിറഞ്ഞു. പെട്ടെന്ന് മുറിയുടെ കതകിൽ ഒരു മുട്ട് കേട്ടു. കതക് തുറന്നു നോക്കിയപ്പോൾ ഭാര്യ ചായയുമായി വന്നു നിൽക്കുന്നു. തോമസ് കണ്ണുകൾ തുടച്ചു. ഭാര്യ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചത് കണ്ടിട്ട് ഒന്നും ചോദിച്ചില്ല. എല്ലാം ഗ്രഹിച്ചിട്ടെന്ന പോലെ. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. സഭയിൽ ആരാധന നടക്കുന്നു. ആരാധന മധ്യേ പാസ്റ്റർ MK ചാക്കോച്ചൻ സാക്ഷ്യം പറയുവാൻ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പ്രധാനമായും വേർപാട് വിശ്വാസിയായിരുന്ന തോമസിനെ നോക്കിയായിരുന്നു ആ ചോദ്യം. സഭ ആരാധന മധ്യേ 2-3 തവണ പുറത്തുപോയി വന്ന തോമസ് ആകെ അസ്വസ്ഥനായിരുന്നു. ദൈവാത്മാവ് പെട്ടെന്ന് എടുത്തുയർത്തും പോലെ എഴുന്നേറ്റ് ഞാൻ പാപിയാണേ എന്നുറക്കെ നിലവിളിച്ച് കരഞ്ഞു. ആ കരച്ചിൽ ഏറെ നേരം സഭയിൽ മറ്റൊലി കൊണ്ടു. ആ ആരാധനാ യോഗത്തിന് ശേഷം പതിവിലും സന്തോഷത്തോടെ തോമസും കുടുംബവും ഭവനത്തിലേക്ക് മടങ്ങി. അന്നു മുതൽ കൂട്ടുകാരോട് തൻ്റെ സാക്ഷ്യം പറയുവാൻ തുടങ്ങി. ഇതിനിടയിൽ ഇന്ദ്രപുരിയിൽ നിന്ന് താമസം മോത്തി ബാഗിലേക്ക് മാറി. ആ വർഷം തന്നെ പാസ്റ്റർ MK ചാക്കോച്ചൻ്റെ കൈക്കീഴിൽ തോമസ് സ്നാനം സ്വീകരിച്ചു. ഭവന സന്ദർശനം നടത്തിയും ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരംഭിച്ചും തോമസ് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.